അസുരന്മാരുടെ രാജാവായ നരകാസുരൻ അതിശക്തനും ദുരധികാരിയുമായിരുന്നു. ഒരിക്കൽ പ്രഗ്ജ്യോതിഷ്പുരം ഭരിച്ചിരുന്ന അയാളുടെ കണ്ണുകൾ മാതാ കാമാഖ്യ ദേവിയുടെ സൗന്ദര്യത്തിലുടക്കി. എങ്ങനെയെങ്കിലും മാതാ കാമാഖ്യയെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച നരകാസുരൻ വിവാഹാഭ്യർത്ഥനയുമായി നീലാഞ്ചല കുന്നിൻ മുകളിലെ ക്ഷേത്രത്തിൽ ദേവിയുടെ മുൻപിലെത്തി. നരകാസുരന്റെ അഹങ്കാരവും ദുഷ്ടബുദ്ധിയും അറിയാമായിരുന്ന മാതാ കാമാഖ്യയ്ക്ക് ഈ ബന്ധത്തിന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. നേരിട്ട് നിരസിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് അറിയാമായിരുന്നതിനാൽ മാതാ ഒരു തന്ത്രം പ്രയോഗിച്ചു. പുഞ്ചിരിച്ചുകൊണ്ട് മാതാ കാമാഖ്യ നരകാസുരനോട് ഒരു ഉപാധി വെച്ചു. നരകാസുര, ഞാൻ നിന്നെ വിവാഹം കഴിക്കാം, എന്നാൽ അതിനൊരു വ്യവസ്ഥയുണ്ട്. ഇന്ന് രാത്രി, അതായത് പുലരും മുൻപ്, ഈ കുന്നിൻ ചുവട്ടിൽ നിന്ന് ക്ഷേത്രം വരെ കരിങ്കല്ലുകൊണ്ട് ഒരു പടിക്കെട്ട് നിർമ്മിക്കണം. കോഴിയുടെ ആദ്യത്തെ കൂവൽ കേൾക്കും മുമ്പേ പണിയും പൂർത്തിയാക്കണം. ഈ ഉപാധി കേട്ട നരകാസുരൻ ആവേശഭരിതനായി. തന്റെ അമാനുഷിക ശക്തിയിൽ അമിതമായി വിശ്വസിച്ച അയാൾ ഇതൊരു നിസാര കാര്യമായി കണ്ട് ഉപാധി സ്വീകരിച്ചു. ഉടൻ തന്നെ അവൻ തന്റെ ആയിരക്കണക്കിന് പ്രതിബിംബങ്ങളെയും അനുയായികളെയും കൂട്ടി ആ വലിയ ദൗത്യം ആരംഭിച്ചു. നരകാസുരൻ ഒന്നും തിരിച്ചറിയാതെ ഭ്രാന്തമായ വേഗത്തിൽ പടവുകൾ കെട്ടിപ്പടുത്തു. പാറകൾ ചീന്തിയെടുത്ത് ഒന്നിനു മീതെ ഒന്നായി അടുക്കി വിസ്മയകരമായ വേഗത്തിൽ പടിക്കെട്ടുകൾ മുകളിലേക്ക് പണിതുയർത്തു. രാത്രിയുടെ അന്ത്യയാമം അടുക്കാറായപ്പോഴേക്കും നരകാസുരൻ പടിക്കെട്ടിന്റെ പണി ഏതാണ്ട് പൂർത്തിയാക്കിയിരുന്നു. ക്ഷേത്രത്തിന് തൊട്ടടുത്ത് ഒന്നോ രണ്ടോ പടവുകളുടെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതറിഞ്ഞ മാതാ കാമാഖ്യ പരിഭ്രാന്തയായി. ഈ ദുഷ്ടനെ തന്നെ വിവാഹം ചെയ്യേണ്ടി വരുമല്ലോ എന്ന് ഭയന്നു. ഈ പ്രതിസന്ധിയിൽ വിഘ്നങ്ങൾ നീക്കുന്ന ഗണപതി ഭഗവാൻ ദേവിയുടെ സഹായത്തിനായി എത്തി. ഗണപതിയുടെ ഉപദേശപ്രകാരം ദേവി ഒരു പൂവൻ കോഴിയെ സൃഷ്ടിച്ചു. ആ പൂവൻ കോഴി ക്ഷേത്ര ഗോപുരത്തിൽ പറന്നിരുന്ന് ആ സമയത്ത് ഉച്ചത്തിൽ കൂവാൻ തുടങ്ങി. എന്നാൽ പടിക്കെട്ടിന്റെ പണിയിൽ മുഴുകിയിരുന്ന നരകാസുരൻ ആ കൂവൽ കേട്ട് ഞെട്ടിപ്പോയി. എന്താ നാം ഈ കേൾക്കുന്നത്? പുലർച്ചെയായോ? എനിക്ക് സമയപരിധിക്ക് മുൻപ് പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വിലപിച്ചുകൊണ്ട് ദേഷ്യത്തിലും നിരാശയിലും അയാൾ പണി പാതി വഴിയിൽ ഉപേക്ഷിച്ചു. അല്പസമയം കഴിഞ്ഞ് സൂര്യൻ പൂർണ്ണമായി ഉദിച്ചുയർന്നപ്പോഴാണ് താൻ കബളിക്കപ്പെട്ടു എന്ന് നരകാസുരന് മനസ്സിലായത്. ഇത് തന്നോടുള്ള ദേവിയുടെയും ഗണപതിയുടെയും തന്ത്രമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ അയാൾ കലിതുള്ളി. കോപമടക്കാനാവാതെ നരകാസുരൻ തന്റെ വാളെടുത്ത് തന്നെ കബളിപ്പിച്ച ആ കോഴിയുടെ പിന്നാലെ പാഞ്ഞെടുത്തു. എന്നാൽ ആ പൂവൻ കോഴി ആകാശത്തേക്ക് പറന്നുയർന്നു. എന്നിട്ട് പറഞ്ഞു, നീ എന്നെ വധിക്കാൻ വരുന്നുവോ? അങ്ങനെയെങ്കിൽ നിന്നെ വധിക്കേണ്ടവൻ ഉടൻ വരുന്നുണ്ട് എന്നുറക്കെ പറഞ്ഞുകൊണ്ട് ആ പൂവൻ കോഴി ആകാശത്തിലേക്ക് പറന്നുപോയി. ഇന്നും കാമാഖ്യ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ മലയിടുക്കിൽ പാതി വഴിയിൽ നിലച്ചുപോയ കൽപ്പടവുകൾ നമുക്ക് കാണാം. അവ മെഖലൌജ പാത്ത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നരകാസുരന്റെ ദുരഭിമാനത്തിന്റെ ഓർമ്മപ്പെടുത്തലായി ഇന്നും അവിടെ നിലകൊള്ളുന്നു. മാതാ കാമാഖ്യയുടെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ജയ് മാതാ കാമാഖ്യ.